ഹലോ വെൽക്കം ടു അവർ വെർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സയൻസും സോഷ്യലും നമ്മൾ കവർ ചെയ്തതാണ്. 6ാം ക്ലാസ്സിലെ സയൻസും കംപ്ലീറ്റഡ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 5 ചാപ്റ്റേഴ്സ് വരെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് എന്തായാലും കണ്ടുപഠിക്കുക കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എന്തായാലും കണ്ടുപഠിക്കുക. പിന്നെ നമ്മൾ 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വൈവിധ്യങ്ങളുടെ ലോകം എന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5ാം ക്ലാസ്സിലെ സോഷ്യലിൽ നമ്മൾ വൻകരകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഈ വൻകരകളിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥാ മേഖലകളുണ്ട്. അങ്ങനെയുള്ള കാലാവസ്ഥാ മേഖലകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മഴയൊയ്യാത്ത ഉഷ്ണഭൂമികളെ പറ്റിയിട്ടാണ്. ഒരു ഇമേജ് തന്നിട്ടില്ലേ, അതിലെന്താണ് ചിത്രത്തിൽ കാണുന്നത്? വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിഗ്മികളെയാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണിവർക്ക്. കസാവ എന്ന് വെച്ചാൽ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്ക്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിന്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുകൾ ഉണ്ടാക്കുന്നു. വനങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഈ പിഗ്മികൾ എന്ന് അറിയപ്പെടുന്നത്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ ചില സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പിഗ്മികൾ കാണപ്പെടുന്നത് എവിടെയാണ്? അവർ വസിക്കുന്നത് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് പിഗ്മികൾ വസിക്കുന്നത്. ഇനി അവിടുത്തെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽവർഗ സസ്യജാലങ്ങൾ, മരവായകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ, ഇതൊക്കെ എന്താണ്? ആ ഒരു കോങ്കോ നദീതടത്തിലെ സവിശേഷതകളാണ്. ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത ഒരുപോലെയല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. അപ്പോൾ ഈ ഒരു സവിശേഷതകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമധ്യരേഖയോട് അടുത്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്കുകിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞല്ലോ. ഇതേ സവിശേഷതകൾ തന്നെയാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും അതേപോലെ തെക്കുകിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. അപ്പം ഈ ഒരു ജനവിഭാഗങ്ങൾ ഏതൊക്കെ സ്ഥലത്തുള്ളതാണെന്നൊന്ന് നോക്കി വെക്കണേ. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങളും എന്താണ്? പിഗ്മികളെ പോലെ തന്നെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ആ പ്രദേശങ്ങളിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും ഉൾപ്പെടുന്നത്. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖാ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നുണ്ട്. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. ഏതൊക്കെയാണ്? മഹാഗണി, എബണി, റോസ്വുഡ് അങ്ങനെയുള്ള കാഠിന്യമേറിയ മരങ്ങളൊക്കെ എന്താണ്? ഈ ഒരു മേഖലയുടെ സവിശേഷതയാണ്. സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് മഴ ലഭിക്കുന്നതുകൊണ്ട് എന്താണ്? ആ മരങ്ങളൊന്നും ഇല പൊഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നാണ് ഈ വനങ്ങളെ വിളിക്കുന്നത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ആൾക്കുരങ്ങുകൾ, ലമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങുവർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേയാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. അതിൽ ചിലതിൻ്റെ ഇമേജും ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം നോക്കാം. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം മഴക്കാടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായിട്ടുള്ള മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണയാൽ ഒടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധയിനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാവുന്നുണ്ട്. ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിന്റ്സ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് വായിച്ചു പോകുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ എന്തായിരുന്നു? കൂടുതലും വനങ്ങളായിരുന്നു ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലുള്ളത് വനങ്ങൾ മാത്രമല്ല. ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എന്താണ്? ഈ ഒരു മേഖലയിൽ വരുന്നതാണ്. അവിടെ കൃഷി, ഖനനം, വ്യവസായം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അവയൊക്കെ എന്തായി? നഗരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞതുമാണ്. ഇനി നെക്സ്റ്റ് കാലാവസ്ഥാ മേഖല നമ്മൾ പഠിക്കുന്നത് മരുഭൂമികളെ പറ്റിയിട്ടാണ്. കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വാരക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെ ലോകത്തിന്റെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിത രീതിയാണ് ഇവരുടേത്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ആരൊക്കെയാണ്? കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരും, അതേപോലെ പശ്ചിമ സഹാറയിലെ ത്വാരക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെ ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. രണ്ട് അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം എവിടെയാണ്? രണ്ട് അർദ്ധഗോളങ്ങളിലും, അതായത് ഭൂമധ്യരേഖയ്ക്ക് 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം വരുന്നത്. മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് ഇവിടെ. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ് ഇവിടെ. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളിൽ കള്ളിമുൾ ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. മരുഭൂമികളിലെ സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾച്ചെടികളും അക്കേഷ്യയുമാണ്. കള്ളിമുൾ വർഗ സസ്യങ്ങൾക്ക് ഇലകളില്ല. മാംസളമായ കാണ്ഡമാണിവയ്ക്ക്. ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങളുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണ മരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുള്ളതാണ്, പിന്നെ അവിടുത്തെ ആൾക്കാരുടെ എങ്ങനെയാണ് ഉപജീവന മാർഗം, എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നോക്കി വെക്കുക. ഉഷ്ണ മരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. നിങ്ങളൊക്കെ ആടുജീവിതം ഫിലിം കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലേ എങ്ങനെയാണ് ഒരു മരുഭൂമിയിലെ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ടു കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അപ്പോൾ ഇതേപോലെ ഉഷ്ണ മരുഭൂമികൾക്ക് ഒരു എക്സാമ്പിൾ ആണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. പ്രധാന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി എന്നിവയൊക്കെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈജിപ്ത് നൈലിൻ്റെ ദാനം. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിക്ക് യോഗ്യമാക്കിയതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്.
ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം. നൈലിനെ ഈജിപ്തിന്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിലും പഠിച്ച കാര്യമാണ്. നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ഈജിപ്തിനെയാണ്. അതേപോലെ നൈലിനെ ഈജിപ്തിന്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. മാറിപ്പോകരുത്, രണ്ടും പഠിച്ചു വയ്ക്കാം. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് കൂടുതലും ആ ഒരു നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതയാണ്. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒട്ടകങ്ങളാണ്. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽ കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പം ഇത്രയും സവിശേഷതകൾ അതിനുള്ളതുകൊണ്ടാണ് ഒട്ടകം എന്തറിയപ്പെടുന്നത്? മരുഭൂമിയിലെ പ്രധാന മൃഗമായിട്ടും അതേപോലെ മരുഭൂമിയിലെ കപ്പലും എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത കാലാവസ്ഥാ മേഖല നോക്കാം. മഞ്ഞുരുകാത്ത നാട്ടിൽ. ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണിത്. ഇഗ്ലു എന്നാണ് ഇതിന് പേര്. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിതോപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. സഞ്ചാരവേളയിൽ മറ്റ് സമൂഹങ്ങളുമായി അവശ്യ സാധനങ്ങൾ കൈമാറ്റം നടത്തുന്നു. തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചാണ് ഇവർ വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പം ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ജീവിത രീതിയെ പറ്റിയിട്ടാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. അവർ എങ്ങനെയാണ്? മഞ്ഞുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇഗ്ലു എന്ന് പറയുന്നത്. എവിടേക്കാണ് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്താണ്. ഇത്തരം പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അവിടുത്തെ ഇതെങ്ങനെയാണ്? രാത്രിയും പകലും ഒക്കെ എങ്ങനെയാണ്? വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. അങ്ങനെയായിരിക്കും അവർക്കൊരു വർഷത്തിൽ ഉണ്ടായിരിക്കുക. പിന്നെ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മൃഗങ്ങളെ വേട്ടയാടലും അതേപോലെ മത്സ്യബന്ധനങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്നില്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗക്കാരാണ്. ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റൈൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വയ്ക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽ പെടും. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്ന ഇന്യൂട്ടുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയെ തുന്ദ്ര മേഖല എന്ന് വിളിക്കുന്നു. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. അവിടുത്തെ ഏറ്റവും ഉയർന്ന താപം എന്ന് പറയുന്നത് എന്താണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ജൂൺ മാസത്തിലുമാണ്. അപ്പം ഈ ഒരു മേഖല, അതായത് ഉത്തരാർദ്ധഗോളത്തിലെ ആർട്ടിക് വൃത്തത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മേഖല അറിയപ്പെടുന്ന പേരെന്താണ്? തുന്ദ്ര മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുന്നു. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായേ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു ഗ്ലോബിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഭൂമിയെ വിവിധ താപീയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആ സെൻട്രലായിട്ട് കാണപ്പെടുന്നവർ നമ്മുടെ ഭൂമധ്യരേഖ 0 ഡിഗ്രിയിൽ ഭൂമധ്യരേഖ ഉണ്ട്. ഇനി ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും എന്താണ്? ഉഷ്ണമേഖലയാണ്. ഭൂമധ്യരേഖയുടെ മുകളിലേക്കും 30 ഡിഗ്രി, അതേപോലെ താഴേക്കും 30 ഡിഗ്രിയിൽ എന്താണ്? ഉഷ്ണമേഖലയാണ്. പിന്നെ 30 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെ വരുന്നത് 2 ഗോളങ്ങളിലും, അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 30 ഡിഗ്രി വടക്ക് മുതൽ
65 ഡിഗ്രി വടക്ക് വരെയും 30 ഡിഗ്രി തെക്ക് മുതൽ 65 ഡിഗ്രി തെക്ക് വരെയും എന്താണ്? മിതോഷ്ണ മേഖലയാണ്. പിന്നെ 65 ഡിഗ്രി വടക്ക് മുതൽ 90 ഡിഗ്രി വടക്ക് വരെ ശൈത്യമേഖല. അതേപോലെ താഴെയാണെങ്കിലും 65 ഡിഗ്രി തെക്ക് മുതൽ 90 ഡിഗ്രി തെക്ക് വരെ എന്താണ്? ശൈത്യമേഖലയാണ്. അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് 30 ഡിഗ്രി വരെ വടക്കും തെക്കും എന്താണ്? ഉഷ്ണമേഖലയാണ്. പിന്നെ 30 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെ മിതോഷ്ണ മേഖലയാണ്. പിന്നെ 65 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ശൈത്യമേഖലയുമാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളുണ്ട്. ഒരു ഭൂഭാഗത്തിന്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കാം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നു. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും തനതായ സവിശേഷതകളുണ്ട്. സൗരോർജ്ജ ലഭ്യതയെ അടിസ്ഥാനമാക്കി ഭൗമോപരിതലത്തെ വിവിധ താപീയ മേഖലകളായിട്ട് തരംതിരിക്കാം. ഭൂഭാഗങ്ങളുടെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ താപീയ മേഖലയ്ക്കുള്ളിലും വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നുണ്ട്. ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അത്ര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. വിവിധ കാലാവസ്ഥാ മേഖലകളും അവിടുത്തെ ജനജീവിതങ്ങളും അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ പിന്നെയും കേട്ട് നോക്കുക കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് ക്ലാസ് കേട്ട് തന്നെ പഠിക്കുക. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മൾ 6ാമത്തെ ചാപ്റ്ററാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു 6 ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് 6ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.